നമുക്കൊരു കായ വറുത്തുണ്ടാക്കിയാലോ? അതിനെ കായയുടെ തൊലി കുരിഞ്ഞ് അതിൽ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി ഒരു ചട്ടി എടുത്ത് വെച്ച് അതിൽ നിറച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് നല്ല മേടി കയറിയുന്ന ഒട്ടി രണ്ടും വേവാത്ത അവസ്ഥ വരും. ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു തുമ്മിനി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ട് ഇരിക്കാം. അതിനുശേഷം നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഇളക്കി ശേഷം വറുത്ത് കോരാവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാ സ്റ്റെപ്സും കണ്ടിന്യൂ ചെയ്തു. നല്ല ക്രിസ്പിയാണ് കേട്ടോ. സൗണ്ട് വേണ്ടി കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പിയാണ്. ചിലത് ചവുന്നായിപ്പോയി. അത് നമ്മൾ കായ കട്ടിയിൽ അരിഞ്ഞുകൊണ്ടാണ്. കട്ടിയിൽ അരിയാണ്ടിരിക്കാൻ നോക്കാം. ഒരു കട്ടിങ് ബ്ലേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിങ് നൈഫ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കട്ടിയിൽ കിട്ടില്ല. ഇത് കത്തി വെച്ച് അരിയുമ്പോഴാണ് നല്ല രീതിയിൽ കട്ടിയാവും. അങ്ങനെ ഓരോ ട്രിപ്പുകളായിട്ട് ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. ഈ ലാസ്റ്റ് ട്രിപ്പും കൂടി കഴിഞ്ഞ് എല്ലാം വറുത്തൊക്കെ കോരി കഴിഞ്ഞു. നമുക്ക് നല്ല ചായയും കൂട്ടി കുടിക്കാം. ചായയൊക്കെ പകർത്തി കുടിക്കാം.